നമസ്കാരം. ആക്ച്വലി ഞാൻ ഈ വീഡിയോ ചെയ്യാൻ നേരത്തെ ആദ്യം വിചാരിച്ചത് നമ്മുടെ ഹവോൾഡാറിലെ മഞ്ജു വാര്യരിനെ പോലെ വന്ന് രണ്ടു വാക്ക് സംസാരിച്ച് കുറച്ച് റിയാക്ട് ചെയ്തിട്ട് പോകാന്നാ വിചാരിച്ചത്. പക്ഷെ അതിനുള്ള കോൺഫിഡൻസ് എനിക്കൊന്നുമില്ല. അന്തമാതിരി ഡയലോഗൊന്നും എനിക്ക് വരത്തില്ല. അപ്പം എനിക്ക് പറ്റുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാന്ന് വിചാരിച്ചു. ഇപ്പൊ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന കാര്യമാണല്ലോ രേണു സുധിയുടെ കാര്യം. അപ്പം പല ആൾക്കാരും ആ ഒരു രേണു സുധി ആ ഒരു രേണുസുധി തന്നെ പറയുന്നുണ്ട്, രേണുസുധി ഹാഷ്ടാഗ് ഇട്ട് കഴിഞ്ഞാൽ അത് ട്രെൻഡിങ്ങിലാണ് എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പം പല ആൾക്കാരും എനിക്ക് തോന്നുന്നു ഇന്നലെ വന്നവര് വരെ ഈ ഇൻഫ്ലുവൻസേഴ്സ് എന്നും പറഞ്ഞിട്ട് രേണുസുധീനെ ഹാഷ്ടാഗ് ഇട്ട് വീഡിയോ ചെയ്യുമ്പോൾ റീച്ച് ആകുമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അപ്പം എനിക്ക് ഇവരോടൊക്കെ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാല് ആക്ച്വലി നിങ്ങള് ചെയ്തുകൊണ്ടിരിക്കുന്ന ശരിക്കും ഒരു വ്യക്തിഹത്യാന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഞാനിപ്പോ ഒരാളുടെ പക്ഷം പിടിച്ച് പറയുന്ന ഒരു കാര്യമല്ല ഇത്. രേണുസുധിയുടെ പേഴ്സണൽ ലൈഫ് എനിക്കറിയില്ല, അല്ലെങ്കിൽ രേണുസുധി എന്താണ് എന്നുള്ളത് എനിക്കറിയില്ല. രേണുസുധി ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിക്കുന്നത് മാത്രമേ എനിക്കറിയുള്ളൂ. അതിൽ കൂടുതൽ എനിക്ക് അറിയേണ്ട ആവശ്യവുമില്ല. നമുക്ക് ഒരാളെ പറ്റി വീഡിയോ ചെയ്യാം. ഇപ്പൊ പല ആൾക്കാരും പല ഇൻഫ്ലുവൻസേഴ്സും വീഡിയോസ് ചെയ്യുന്നുണ്ട്. എന്ത് വീഡിയോസാ? ഈ രേണുസുധി എന്ന് പറയുന്ന ആളുടെ പേഴ്സണൽ ലൈഫിനെ എടുത്തിട്ട് അവര് കണ്ടന്റ് ആക്കി അവര് റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് രേണുസുധിയുടെ കണ്ടന്റ് എടുത്തിട്ടിട്ട് അല്ലെങ്കിൽ ആ ഒരു പേരിട്ട് രേണുസുധിനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അങ്ങനെ ചെയ്ത ചിലപ്പോൾ നിങ്ങൾക്ക് റീച്ച് കിട്ടുമായിരിക്കും. നിങ്ങളുടെ കമന്റ് ബോക്സ് നിറച്ച് കമന്റ്സും വരുമായിരിക്കും. പക്ഷെ നിങ്ങൾ ഓർക്കേണ്ട കാര്യമുണ്ട്, ഇത് ശരിക്കും പറഞ്ഞ ഒരു വ്യക്തിഹത്യയാണ്. നിങ്ങൾക്ക് അവരെ വിമർശിക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പൊ രേണുസുധി ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അവര് ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാറുണ്ട്. ആ വീഡിയോസിനെതിരെ നിങ്ങൾക്ക് റിയാക്ട് ചെയ്യാം. അതായത് ആ വീഡിയോയിൽ അഭിനയിച്ചത് ശരിയല്ല, അല്ലെങ്കിൽ രേണു പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ശരിയല്ല, അല്ലെങ്കിൽ രേണു ഇട്ട ഡ്രസ് ശരിയല്ല. ഇതൊക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ എന്താണോ രേണു വന്ന് പറയുന്നത് ആ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും. പക്ഷെ അതിനപ്പുറം നിങ്ങൾക്ക് ഒരാളുടെ പേഴ്സണൽ ലൈഫിലോട്ട് കയറിയിട്ട് അത് കണ്ടന്റ് ആക്കി റിയാക്ട് ചെയ്യാനായിട്ടുള്ള ഒരു അധികാരവുമില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം രേണുസുധി എന്നൊരു വ്യക്തിയെ പറ്റി മാത്രമല്ല, പല ഇപ്പം എന്താ പറയാ പല ആൾക്കാരുണ്ട്. ഇപ്പം എടുത്തു പറയാനാണെങ്കിൽ നമ്മൾ ബിഗ് ബോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ജാസ്മിൻ ജാഫർ, ഗിൽബ്രി, അതുപോലെ തന്നെ കുറെ ആൾക്കാർ